ഹലോ, നിങ്ങളെൻ്റെ മുമ്പിലത്തെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതെൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി 25th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവരുടെ സ്വന്തം വീടാണ്. 3 അപ്സ്റ്റെയർ ഒക്കെ അവർ തന്നെ കഷ്ടപ്പെട്ട് പണിത് അവരുടെ സ്വപ്ന വീടാണിത്. ഇപ്പം വീട് ഓപ്പണിങ്സ് കഴിഞ്ഞിട്ട് 8 months ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അവർ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇപ്പോൾ ഇത് മോനാണ് കേട്ടോ. ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സാണ്. അവൾ വർക്ക് ചെയ്യുന്ന ഓർത്തെ എല്ലാവരും ഫ്രണ്ട്സാണ് കേട്ടോ. ഇതിപ്പോൾ ഇവർ ടി വിയിൽ സോങ് വെച്ചുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഡാൻസും ബഹളം ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും കേക്ക് കട്ട് കൊടുക്കുകയാണ്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. എന്നാലും ഇത് കണ്ടോ, ഇത് മോനാണ് കേട്ടോ. മോനിപ്പോൾ എഞ്ചിനീയർ കുഞ്ഞിലെ പോലെ എനിക്ക് അറിയാവുന്നതാണ് കേട്ടോ. കുഞ്ഞിലെ പോലെ വളർന്നവൻ്റെ വളർച്ച കണ്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇപ്പം എല്ലാത്തിനും ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദാസാന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. അപ്പോൾ എല്ലാം ശരിയാകും അല്ലേ? അപ്പം ഞാൻ രാവിലെ ഞാൻ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും പോയിട്ട് 10-11 മണിയാകുമ്പോൾ ചെന്ന് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് അതൊന്നും വെപ്പിക്കാനൊന്നും വിട്ടില്ല. കാരണം അവർ രാവിലെ 7 മണിക്ക് എണീറ്റ് എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വെറൈറ്റി നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പോർക്ക്, പിന്നെ ബീഫ് ഞാൻ കൂട്ടൂല. അപ്പോൾ ഇത് മോളാണ് കേട്ടോ. ഒരു മോളും ഒരു മോനുമാണ് ഉള്ളത് അവർക്ക്. പിന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും പ്ലാനും ഇതൊക്കെ ഇവിടെ ഹസ്ബൻഡിന് തന്നെയാണ്. ഇതൊക്കെ കണ്ടോ, ഇവരുടെ അടുത്തൊക്കെ എന്നാ കണ്ടത്, ഇവിടെ നേച്ചർ കാണാൻ പുറത്തൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. എൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 3 നല്ല ഫ്രണ്ട്സാണ്. എന്നെ കഴിഞ്ഞ് കൂടുതൽ ഫ്രണ്ട്സ് ഇവർ രണ്ടുമാണ് കേട്ടോ. ഇവരടുത്തല്ലേ, ഒരു വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെയാണ്. അപ്പോൾ എനിക്കും കേക്കൊക്കെ തരുവാണ്. കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് തിരിച്ചു വരാനുള്ളതാണ് കേട്ടോ. ഇതവരുടെ ഫ്രണ്ട്സ്. ഇവർക്ക് അവർ വർക്ക് ചെയ്യുന്ന കൊളീക്കാണ് കേട്ടോ. അവരെല്ലാവരും ഒത്തിരി പേര്, ഏകദേശം ഒരു 25 മെമ്പേഴ്സ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, 25 പേരെങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറേ പേര്, ഞാൻ നേരത്തെ വന്നു പിന്നെ കുറേ പേര് വരാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വല്ലപ്പോഴും നമ്മളെപ്പോഴും ഡ്യൂട്ടി വീട് വല്ലപ്പോഴും കിട്ടുന്നൊരു അവസരമല്ലേ എൻജോയ് ചെയ്യാതെ പോലെ. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുവാണ്. ഹസ്ബൻഡ് പാവമാണ് കേട്ടോ. എന്നെയൊക്കെ എന്തേലും കളിയാക്കുന്നറിയാം. ചെറുപ്പത്തിൽ എന്നെ കുറേ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ നടക്കുന്നതും എൻ്റെ ബാഗ് തൂക്കി ഞാൻ പോകുന്നതൊക്കെ ഇവർ നല്ലപോലെ ആക്ഷൻ കാണിക്കും. അല്ല, ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ കേക്ക്. എനിക്ക് കേക്കിൻ്റെയൊക്കെ വലിയ ആളാണ്. പിന്നെ ഇപ്പോൾ ഒന്നും ഞാനങ്ങനെ കഴിക്കാറുള്ളതൊക്കെ നിർത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ച് നല്ലോണം എൻജോയ് ഒക്കെ ചെയ്തു. എനിക്ക് പിന്നെ ഡാൻസ് കളിക്കാനൊന്നും വലിയ അറിയത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് വീഡിയോയെ കുറിച്ച് നടക്കാൻ അറിയുന്നല്ലാതെ. പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും വെക്കും. പിന്നെ ഈ പോർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെക്കാൻ അതുപോലെ നല്ല വരട്ടി വെക്കാനൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല. കാരണം ഞാൻ ചില ഫുഡുകൾ വെച്ചിട്ടുണ്ടെല്ലാം മിക്സായി പോവും. അതാ പ്രശ്നം. അപ്പം എൻ്റെ ഈ കളിക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞിൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞാന്ന്. അപ്പോൾ ഇത് വീടിൻ്റെ ഹാളാണ് കേട്ടോ. ഇതാണ് നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പുറത്ത് കാണുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഇപ്പുറത്ത്. അപ്പോൾ താഴെ ഒരു ഫ്ലോറും നടുക്ക് ഈ ഫ്ലോറിലാണ് ഇവർ താമസിക്കുന്നത്. ഇനി ഒരു ഫ്ലോർ മേളിൽ ഉണ്ട്. ആ ഫ്ലോറ് അവരുടെ മോൻ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കുന്ന കൊച്ചാണ്. അവൻ്റെ സെപ്പറേറ്റ് റൂമായിട്ട്. ഇനി അവിടെ വേറെന്താണ്, അവൾ ചുമ്മാ നിന്ന് കളിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു കേട്ടോ. ഒരു ഫാമിലിയൊക്കെ നല്ല സന്തോഷമായിട്ട് മക്കളും ഹസ്ബൻഡും വൈഫൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. എല്ലാം നല്ല ഫുൾ ഫ്രീഡമാണ് അവർക്ക്. അതുപോലെയൊക്കെ ആകുമ്പോഴേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാവരും, അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് അങ്ങ് മിങ്കിളായിട്ട്, മക്കളെന്നോ ഫാദറിനോ ഇല്ല, എല്ലാം നല്ല ക്ലോസ് ആയിട്ട് നല്ല എൻജോയ് ചെയ്യും. അതാകുമ്പോൾ ഉണ്ടല്ലോ മക്കൾക്ക് നല്ല ഫ്രീഡം ആകുമ്പോൾ അവരോടല്ലോ അവർക്ക് സ്ട്രിക്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ മക്കളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ഭയങ്കര ഇതാണല്ലേ. ഇപ്പം നോക്കി എല്ലാവരും ഒരുമിച്ചൊക്കെ, ഇതൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരുടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവർക്കൊക്കെ നല്ല ഫുൾ ഫ്രീഡമാണ്. അവളാണ് അവിടുത്തെ ഇൻചാർജാണെങ്കിലും അവരെയൊക്കെ പിള്ളേരെയൊക്കെ നല്ല സ്നേഹത്തോടു കൂടിയാണ് കൊണ്ട് നടക്കുന്നത്. കണ്ടോ, കുറേ പേരുണ്ട് പിള്ളേരൊക്കെ. എനിക്കാണെങ്കിൽ കോപ്പറേറ്റ് വരുമെന്ന് പേടിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. കാരണം നമ്മളുണ്ടല്ലോ ആ പാട്ടൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ജോഷ് വരുന്നത്. നമുക്ക് കളിക്കാനും തോന്നും. ഏകദേശം എത്ര മണി, 2:30 ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഏകദേശം 2:30 കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഓരോരുത്തർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് സഖി കിട്ടുമ്പോഴത്തേക്കും ഓരോരുത്തർ പോയി കഴിക്കാൻ തുടങ്ങി. നമുക്ക് പോയി കഴിക്കാം കേട്ടോ. നമ്മളിങ്ങനെ ആർക്കും പ്രത്യേകിച്ച് എടുത്തുനിന്ന് കൊടുക്കാറില്ല. ഡൈനിങ് ടേബിൾ അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ, അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഓരോരുത്തരും പോയി നമുക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാം. കുറേ ഐറ്റം ഉണ്ടായത് കേട്ടോ. അവൾ ഡാൻസ് കളിക്കുന്നുണ്ടോ?
അവിടെ കൊണ്ട് രണ്ടുപേരും ഉണ്ട് കളിക്കുന്നത്. ഞാൻ ഡാൻസ് കണ്ടുകൊണ്ട് ചിരിച്ചു കേട്ടോ. അപ്പം നമ്മളുണ്ടല്ലോ എന്തായിരുന്നു, പോർക്കുണ്ടായിരുന്നു, ബീഫുണ്ടായിരുന്നു. ബീഫ് ഞാൻ കഴിക്കില്ല. പിന്നെ മീൻ ഫ്രൈ, മീൻ കറി, ചിക്കൻ ഗ്രേവി, ചിക്കൻ കബാബ്, പിന്നെ എന്തുവാ പനീർ ഫ്രൈ, അങ്ങനെ കുറേ ആയിട്ടുണ്ട്. ഇവർ തന്നെ ചെയ്തതാണ് കേട്ടോ, വീട്ടിൽ തന്നെ അവരുണ്ടാക്കിയതാണ്. എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെ കഴിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോഴുണ്ടല്ലോ ഏകദേശം എല്ലാവരും കളിച്ച് മടുത്തു. കാരണം അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നൂലപ്പമായിരുന്നേ. ആ നൂലപ്പം കണ്ട് ഞാൻ പുട്ടാന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചത്. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. നൂലപ്പവും പുട്ടും രണ്ടും മാറിപ്പോയി എനിക്ക്. കണ്ടോ, എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേ. പിള്ളേരെല്ലാം മടുത്തു കേട്ടോ. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് ഓട്ടോയ്ക്ക് ഏകദേശം 2.5 hour ജേർണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഹൗസ് വാമിങ് സെറമണിക്ക് ഞാൻ വന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണ് ഭയങ്കര കൺഫ്യൂഷനായി. ഇത്രയും ദൂരം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാറിലാണ് വന്നത് ഇവരുടെ കൂടെ. അപ്പോൾ എനിക്ക് അത്രയും ദൂരം തോന്നില്ല. പിന്നെ കുറേ അയ്യോ കൺഫ്യൂഷനായിപ്പോയി. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, ടൗണിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അത് ചെറിയ വഴി കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഒരു പ്രാവശ്യം വന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടേക്കൊരു സ്ഥലമൊക്കെ വാങ്ങിക്കാമെന്ന് പറയാം, ഒരു വീട് വെക്കാമെന്ന് പറയാൻ ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയതുണ്ടോ. ഞാൻ കുറച്ച് ചോറ് അധികം എടുത്തിട്ടില്ലേ, ഞാൻ കഴിക്കുകയാണ്. ഞാൻ കേരള ഫുഡ് കണ്ടപ്പോൾ അങ്ങ് വീണ് പോയി കേട്ടോ. ഞാൻ ആ പാത്രത്തിൽ മുഴുവൻ കറികൾ ഏതാണ്ട് കുറേ എടുത്തു. പോർക്കാണ് കൂടുതലെടുത്തത്. ലാസ്റ്റ് അവസ്ഥ നിങ്ങൾക്ക് പറയണ്ടല്ലോ. ലാസ്റ്റ് എനിക്ക് 4:30 ഞാൻ തിന്ന് കഴിഞ്ഞൊരു 2:30 കിടന്ന് ഞാൻ 4:30 എണീറ്റതാണ്. എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. അത്രയ്ക്ക് എനിക്ക് വയറങ്ങ് നിറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികം ഞാൻ ഫുഡ് അങ്ങനെ കഴിക്കാറില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസൊക്കെ ആയിട്ട് വയറ് പിന്നെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് പോകണ്ടെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോയിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഈവനിങ് ഇറങ്ങിയത്. ആരുമില്ല, ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് വീഡിയോ ആണോ അത്. അങ്ങനെ മഹത്തായ 25 വർഷം അവർ പൂർത്തീകരിച്ചു. 25 വർഷത്തിൽ അവരൊരു നല്ലൊരു വീടും വെച്ചു. നല്ല സന്തോഷം, ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് ഞങ്ങളും എൻജോയ് ചെയ്ത് 25th ആനിവേഴ്സറി അങ്ങനെ പൂർത്തീകരിച്ചു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. ഇവളുടെ മമ്മിയുടെയാണ് 25th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്തൊക്കെ എന്തൊക്കെയെന്നറിയോ? എന്താ വെച്ചാൽ പോർക്ക്, ഫിഷ് ഫ്രൈ, ഫിഷ് ഗ്രേവി ആയിരുന്നു. ഫിഷ് ഗ്രേവി, കബാബ്, പനീർ ഫ്രൈ, മോര് കറി, പയറ് തോരൻ, പിന്നെ എന്തായിരുന്നു, ബീഫ് ഞാൻ കൂട്ടൂല, ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ കബാബ് അതൊക്കെ പറഞ്ഞു. പിന്നെ ഇനി കുറേ ഉണ്ടല്ലായിരുന്നല്ലോ, പായസം, പിന്നെ കേർഡ്, ബട്ടർ ഐസ്ക്രീം, ബട്ടർ സ്കോച്ച്, പിന്നെ ഉണ്ടായിരുന്നേ ഫലൂദ, അതെ, മിക്സ്ഡ് വെജിറ്റബിൾ മീൻസ് ഫ്രൂട്ട്, കുറേ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ മറന്നു. ഇതേ അടുത്താണ് ഡ്രസ്സ് എടുത്തത്. അപ്പം ഞാൻ ഇപ്പം വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരും. അപ്പം എല്ലാവരോടും ബൈ. കിട്ടോടാ ഇതിൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ മോളാണേ. അപ്പം അവിടെ താഴെ ഉള്ളത്. ഫോട്ടോ കിട്ടാ. ബൈ. ഹലോ, എന്നാ സംഭവം? എങ്ങോട്ടാ മധുരയിടാൻ പോകുന്നില്ലേ? ഡേ, ഇവിടെ പരിപാടി എന്നെ കട്ടുപറിക്കാൻ പോകുന്ന. അപ്പുറത്തെ ഒരു മലയാളീസിൻ്റെ ഒരു വീടുണ്ട്. അവിടെ ആരുമില്ല. അവർ പെർമിഷൻ കൊടുത്തു. അവിടെ പച്ചക്കറികൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് വേണം, ഇവർ ഫ്രീ ആയിട്ട് പറിക്കുകയും ചെയ്യും, ഇടയ്ക്ക് കട്ട് പറിക്കുകയും ചെയ്യും. പാവം അത് കൊടുക്കുന്നതാ. പക്ഷെ എന്ത് ചെയ്യാനാ, മധുര ചാടാൻ പറയും. ഇവൻ്റെ അമ്മ കേട്ടോ. അപ്പം മധുര ചാടാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാ.
ഉണ്ടോ ഈ കോമ്പൗണ്ട് ഇതിനകത്ത് ഫുള്ള് വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ മതിൽ ചാടാൻ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറിച്ചിടാൻ പറഞ്ഞു. അവർ ഇഷ്ടം അത്രയും പറിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കട്ടും കൂടെ പറയും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പറയും. ആൻറ്റി പോട്ടെ കേട്ടോ. ബൈ. ഓട്ടോ വന്നു. ബൈ ബൈ ബൈ. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ കാണാം കേട്ടോ. ആ ബൈ. പോകാൻ തോന്നുന്നില്ല, എൻ്റെ ഇരിക്കാൻ ലീവ് ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ ഓട്ടോ വന്നു. അപ്പോൾ പോയി. 5197. ആ പൊക്കോ കൂട്ടാ, പൊക്കോ പൊക്കോ. ശരി ബൈ ബൈ ബൈ.